ഹരി ഓം. ഹരിഹരാത്മജൻ അവതാര ദൗത്യ നിർവഹണം പൂർത്തിയാക്കി. മഹിഷിയാകട്ടെ ശാപമുക്തയായി മനോഹരിയായ സ്ത്രീരത്നമായി പ്രത്യക്ഷപ്പെട്ടു. ശക്തിയായി ചേരാൻ മണികണ്ഠനോടുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചു. മണികണ്ഠനാവട്ടെ നിത്യബ്രഹ്മചാരിയായി കഴിയാനാണ് നിശ്ചയം എന്ന് പറഞ്ഞ്, എന്നാൽ മഞ്ചമാതാവായി ഭവതി എൻ്റെ വാമഭാഗത്ത് സഹോദരീഭാവത്തിൽ വർത്തിക്കൂ എന്ന് ആജ്ഞ നൽകി. ഇതിനു ശേഷം സാക്ഷാൽ ഹരിയും ഹരനും സ്വപുത്രനെ ഇരുവരും ആലിംഗനം ചെയ്തു. അവതാര ദൗത്യം നിർവഹിച്ച ശേഷം പന്തളരാജനരികിൽ ചെന്ന് ചിത്തഖേദം അകറ്റണം, ഭരണനൈപുണ്യം വളർത്തുന്നതിന് വേദാന്ത ഉപദേശത്തെ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചു. മാത്രമല്ല, മഹിഷിയുടെ ശരീരം അവിടെ കിടക്കുന്നു. അതാകട്ടെ നദിയുടെ പൂർവ്വഭാഗത്തേക്ക് കൊണ്ടുവരണം. അവിടെ കല്ലുകൾ കൊണ്ട് മൂടണം. ഇല്ലെങ്കിൽ ഈ ശരീരം വർദ്ധിച്ച് വിന്ധ്യൻ പണ്ട് സൂര്യ ഉദയാസ്തമയത്തിൽ തടസ്സം സൃഷ്ടിച്ചതുപോലെ തടസ്സം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അത് പരിഹരിക്കണം എന്ന് പറഞ്ഞു. ദേവന്മാരൊക്കെ പന്തള നാട്ടിലേക്കുള്ള തിരിച്ചുപോക്കിന് സഹായകമായി വരും. ദേവിമാർ, സ്ത്രീകൾ പുലികളായി ഭഗവാന്റെ ഒപ്പം വരും. ദേവന്മാരൊക്കെ പുലിക്കുട്ടികളായിട്ടും വരും. അങ്ങനെ ആജ്ഞ പാലിക്കാൻ സാധിക്കും. പന്തളരാജനെ ചെന്ന് അനുഗ്രഹിക്കൂ, വിദ്യോപദേശത്തെ ചെയ്യൂ എന്നിങ്ങനെയൊക്കെ ഹരിയും ഹരനും പുത്രനെ ഉപദേശിച്ചു. അതനുസരിച്ച് ദേവന്മാരൊക്കെ പുലിക്കുട്ടികളായി വന്നു. ദേവേന്ദ്രൻ ഒരു പുലിയായി മാറി. ആ പുലിയുടെ പുറത്തേറി സുരകന്യകന്മാരൊക്കെ പെൺപുലികളായി ഒപ്പം കൂടി. അങ്ങനെ ഗംഭീരമായിട്ടുള്ള യാത്ര. മണികണ്ഠൻ താൻ എന്തിനു വേണ്ടി ഭൂമിയിൽ അവതരിച്ചുവോ ആ അവതാര ദൗത്യം നിർവഹിച്ച ശേഷമുള്ള തിരിച്ചുള്ള യാത്രയാണ്. മഹാരാജാവ് ഏറെ ദിവസമായി മണികണ്ഠൻ പോയിട്ട് എന്ത് സംഭവിച്ചുവോ ആവോ കാനനത്തിൽ എന്ന് വ്യാകുലപ്പെട്ട് കഴിയണം. അപ്പോഴാണ് പുലിക്കൂട്ടവുമായിട്ട് വരുന്ന വാർത്ത നാട്ടിലെങ്ങും പാട്ടായത്. നാട്ടുകാരൊക്കെ പേടിച്ചൊഴിഞ്ഞു നിൽക്കുന്നു. മഹാരാജാവ് വിവരമറിഞ്ഞ് മട്ടുപ്പാവിൽ നിന്ന് നോക്കിക്കണ്ടതും വൃക്ഷം പോലെ നിസ്തബ്ധനായിപ്പോയി. ഒടുവിൽ ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ നിശ്ചേഷ്ടനായി നിൽക്കുന്ന അച്ഛനരികിലേക്ക്, വളർത്തച്ഛൻ്റെ അടുത്തേക്ക് മണികണ്ഠൻ പുലിപ്പുറത്ത് നിന്ന് ഇറങ്ങി ചെന്നു. അവിടുത്തെ കൃപാകടാക്ഷം കൊണ്ട് ഈ മകന് ഉത്തരവാദിത്വം പാലിക്കാൻ സാധിച്ചു. എത്രയും വേഗം പെൺപുലികളെ കറന്ന് പാല് വേണ്ടത്ര അമ്മയുടെ തലവേദനയ്ക്ക് പരിഹാരമായിട്ട് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. പുലി ഉപദ്രവിക്കുമെന്ന് പേടിക്കണ്ട, ഞാനിവിടെ നിൽക്കുമ്പോൾ പുലി ഒരു ഉപദ്രവവും ചെയ്യില്ല എന്നും ധൈര്യപ്പെടുത്തി. പക്ഷേ മഹാരാജാവ് ഇതിനകം തന്നെ ഇത് മഹാറാണിയുടെ അഭിനയമായിരുന്നു എന്നും അതിന് പിറകിൽ വഞ്ചനയ്ക്ക്
പ്രേരണ നൽകിയത് മഹാവഞ്ചകനായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിരുന്നു. മണികണ്ഠനോട് മഹാരാജാവ് മറുപടി പറഞ്ഞു, തലവേദന പരിഹരിക്കേണ്ടതായിട്ടില്ല, ഉണ്ണി പോയതും തലവേദനയും പോയി, ഇനിയും എന്നെ പരീക്ഷിക്കരുത്, അവിടുന്ന് ആരാണ് എന്ന് പറഞ്ഞു തരണം എന്ന് അഭ്യർത്ഥിച്ചു. കാരണം നിസ്സാര കുമാരന് സാധിക്കുന്ന കാര്യമല്ല ഉണ്ണി നിർവഹിച്ചിരിക്കുന്നത്. ഇത്രയും പുലിക്കൂട്ടത്തെയും കൊണ്ട് വന്നില്ലേ? ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഈ പുലിക്കൂട്ടത്തെയൊക്കെ തിരിച്ചയക്കണം. കാരണം നാട്ടുകാരൊക്കെ ആകെ ഭയന്നിരിക്കുകയാണ്. രണ്ടാമത് അവിടുന്ന് ആരാണ് എന്ന് വെളിപ്പെടുത്തി തരണം എന്ന് മഹാരാജാവ് പ്രാർത്ഥിച്ചു. മണികണ്ഠനാകട്ടെ പുഞ്ചിരി തൂകി നിന്നതേയുള്ളൂ. അവിടേക്ക് അഗസ്ത്യമാമുനി എത്തിച്ചേർന്നു. അഗസ്ത്യമാമുനിയാണ് മണികണ്ഠ ചരിതത്തെ മഹാരാജാവിൻ്റെ ജിജ്ഞാസയ്ക്ക് പരിഹാരമായി അവതരിപ്പിച്ചത്. ഹരിഹരപുത്രനാണെന്നും അവതാര ദൗത്യം നിർവഹിക്കാൻ വേണ്ടി വന്നതാണെന്നും 12 വർഷക്കാലം മനുഷ്യകുലത്തിൽ വസിക്കണം എങ്കിലേ മഹിഷി മർദ്ദനം സാധ്യമാവുള്ളൂ, അതിനുവേണ്ടിയാണ് കൊട്ടാരത്തിൽ കഴിഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. വിവരമറിഞ്ഞ മഹാരാജാവ് തൻ്റെ കുലത്തിൽ കഴിഞ്ഞ, തൻ്റെ കുടുംബത്തിൽ, തൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ഉണ്ണിയെ തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വിഷയത്തിൽ വളരെ കുറ്റബോധം തോന്നിയതായിട്ട് തുറന്നു പറഞ്ഞു. മണികണ്ഠൻ പറഞ്ഞു, അതിൽ തെറ്റൊന്നുമില്ല. വാസ്തവത്തിൽ ഈ ഒരു അപകടം നമുക്ക് പലർക്കും പറ്റാറുണ്ട്. മാഹാത്മ്യം അറിയാതെ പോവുക. ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ഒരു പ്രസ്താവന ഇക്കാര്യത്തിൽ നമുക്ക് പുനർവിചാരത്തിന് പ്രേരണ നൽകുന്നതാണ്. ഭഗവാൻ പറയുന്നു, അവജാനന്തി മാം മൂഢാഃ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്തഃ മമ ലോകമഹേശ്വരം മമ ഭൂതമഹേശ്വരം. മാ മൂഢാഃ അവജാനന്തി നിന്ദന്തി. മൂഢന്മാർ, കാര്യവിവരമില്ലാത്തവർ, സമഗ്രമായി കാര്യങ്ങളെ കാണാനും അപഗ്രഥിക്കാനും ശേഷിയില്ലാത്തവർ ശ്രീകൃഷ്ണ ഭഗവാനെ കേവലം മനുഷ്യ ശരീരം ധരിച്ചവനെന്ന് ലഘൂകരിച്ച് കാണുന്നു. വാസ്തവത്തിൽ അവതാര പുരുഷനാണ്. ധർമ്മസംസ്ഥാപനത്തിന് വേണ്ടി, ധർമ്മിഷ്ഠരെ രക്ഷിക്കാൻ വേണ്ടി, അധർമ്മിഷ്ഠരെ വധിക്കാൻ വേണ്ടി അവതരിച്ച പ്രഭുവാണ്. വിവരമറിയാതെ മാനുഷവേഷധാരി എന്ന് നിന്ദിക്കുന്നു. അവജാനന്തി നിന്ദന്തി. അവജാനന്തി മാം മൂഢാഃ മാനുഷം തനുമാശ്രിതം. തനു എന്ന് പറഞ്ഞാൽ ശരീരത്തെ സ്വീകരിച്ചവരെന്ന് എന്നെ ലഘൂകരിച്ചു കാണുന്നു. എന്താ കാരണം? പരംഭാവം അജാനന്തഃ. എൻ്റെ ഒരു പരംഭാവത്തെ, ദേശകാല വസ്തു അതീതമായി പരിലസിക്കുന്ന എൻ്റെ ഒരു മാനത്തെ അറിയാത്തതുകൊണ്ട്, സർവഭൂത മഹേശ്വരം, സകല ഭൂതജാലങ്ങളുടെയും മഹേശ്വരനാണ് ഞാൻ എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട്, ഈ ഒരു മനസ്സിലാക്കായിക, അറിവില്ലായ്മ, നോട്ടക്കുറവ്, ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനത്തെക്കുറിച്ച് പല പ്രകാരത്തിൽ വിചാരം ചെയ്യാം. ഒരു ചെറിയ സൂചന മാത്രം നൽകട്ടെ. എങ്ങനെയാണിത് പ്രതിഫലിക്കുക നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ? മറ്റൊരാളെ കാണുമ്പോൾ നാം അയാളെ എങ്ങനെ വിലയിരുത്തുന്നു? ശാരീരികമായ പ്രകടനം കണ്ടോ, വാക്കും പ്രവൃത്തിയും വെച്ചോ വിലയിരുത്തുന്നയിടത്ത് വാസ്തവത്തിൽ അന്തര്യാമിയായിരിക്കുന്ന
ഭഗവാന്റെ മാനത്തെ കാണാതെ പോകുന്നു, അവഗണിച്ചു പോകുന്നു എന്ന അപകടമുണ്ട്. ഭാരതീയ സംസ്കൃതിയിൽ മറ്റൊരാളെ കണ്ടാൽ നമസ്തേ എന്ന് തൊഴണ ശീലമുണ്ട്. ഈ തൊഴലുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? കാണുന്ന ശരീര ഭാവങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആദരണീയനാണ് മുന്നിൽ നിൽക്കുന്നത്, ആദരണീയയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇത് ഓർമ്മിപ്പിക്കുന്നതാണ് നമസ്തേ പറയൽ സംസ്കാരം. ഈ കാര്യം വ്യവഹാരങ്ങളിലൊക്കെ ഓർമ്മിക്കാൻ സാധിക്കട്ടെ. എല്ലാവരെയും ആദരിക്കാൻ, അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ, സേവിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. ഈ വിഷയം ചില വശങ്ങളും കൂടി നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. തുടർന്ന് കഥ പുരോഗമിക്കുന്നതും കേൾക്കാം. തുടരും. ഹരി ഓം.